ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും സീരീസുകളും, ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും, അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ അപ്ഡേറ്റുകളാണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്കും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ ചെയ്യുക. നമുക്കതിലൂടെ സിനിമകളെക്കുറിച്ചും സീരീസുകളെക്കുറിച്ചൊക്കെ ചർച്ചകൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഒരു സീരീസാണ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് റിലീസ് ചെയ്ത ഒരു ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ് എക്കോ എന്ന് പറഞ്ഞ സീരീസ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീരീസിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. 5 എപ്പിസോഡുകൾ അടങ്ങുന്ന ഒരു സീരീസാണ്. ഒരു കിടിലൻ ആക്ഷൻ ത്രില്ലർ സീരീസാണ്. സീരീസിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തത് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു കൊറിയൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് റീബൗണ്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കൊറിയൻ ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിൽ ഈ സിനിമ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ജാപ്പനീസ് മൂവിയാണ് കിങ്ഡം 3 ദ ഫ്ലെയിം ഓഫ് ഫേറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ വാർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ജാപ്പനീസ് ഭാഷയിൽ മാത്രമേ നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളൂ. മറ്റു ഭാഷകളൊന്നും അവൈലബിൾ അല്ല. അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ ഈ സിനിമയുടെ ഡബിൾ വേർഷനൊക്കെ അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട്. അടുത്തൊരു തമിഴ് ഹൊറർ ത്രില്ലർ മൂവിയാണ് ജെന്നി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. MX പ്ലെയർ വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഒരു സീരീസാണ് കില്ലർ സൂപ്പ് എന്ന് പറഞ്ഞൊരു ഹിന്ദി സീരീസാണ്. ഒരു ക്രൈം ത്രില്ലർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. മനോജ് ബാജ്പേയി അതുപോലെ തന്നെ കൊങ്കണാസൻ ശർമ്മയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസാണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിലൊക്കെ ഈ ഒരു സീരീസ് അവൈലബിൾ ആയിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം അറിയാം നമുക്ക് ഈ ഒരു സീരീസ് മൾട്ടി ലാംഗ്വേജിലാണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ നാളെ ഉച്ചയോടുകൂടിയായിരിക്കും ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. തെലുങ്ക് ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് കൊട്ട ബൊമ്മാരി PS എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് മിഷൻ ഇമ്പോസിബിൾ ഡെഡ് റെക്കോർഡിംഗ് പാർട്ട് 1 എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമ ഇതിന് മുമ്പേ തന്നെ റിലീസ് ചെയ്തതാണെങ്കിൽ പോലും മൾട്ടി ലാംഗ്വേജിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം വരാൻ തയ്യാറെടുക്കുകയാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈം, ഐറ്റ്യൂൺസ്, ബുക്ക് മൈ ഷോസ്, യൂട്യൂബ്, ഗൂഗിൾ പ്ലേ എന്നീ OTT പ്ലാറ്റ്ഫോമുകളായിട്ടാണ് ഈ ഒരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുക. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും സിനിമകളും ഒരു സീരീസുമാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന 3 സിനിമകൾ, ഒരു സീരീസും 2 സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. ഒന്നാമത്തത് ഒരു സീരീസാണ് കർമ്മ കോളിംഗ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഒരു ഹിന്ദി സീരീസാണ്. രവീണ ടണ്ടൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസാണ്. ജനുവരി മാസം 26-ാം തീയതി ഈ ഒരു സീരീസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. മൾട്ടി ലാംഗ്വേജ് അവൈലബിൾ ആകാനാണ് കൂടുതൽ ചാൻസ്. മലയാളം അടക്കമുള്ള ഭാഷയിൽ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു തമിഴ് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ജോയ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഒരു സിനിമ ജനുവരി മാസം 15-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലും ഈ സിനിമ അവൈലബിൾ ആയിരിക്കും. അടുത്തത് മലയാളത്തിൽ റിലീസ് ചെയ്ത മുകേഷ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഫിലിപ്സ് എന്ന സിനിമയുടെ അപ്ഡേറ്റാണ്. ഈ സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്ന സമയത്ത് പിന്നെ OTT പ്ലാറ്റ്ഫോം വ്യത്യാസം വന്നിട്ടുണ്ട്. ആമസോൺ പ്രൈം ആയിരുന്നു ആദ്യം വന്നിരുന്നെങ്കിലും ഇപ്പോൾ പിന്നെ ഒഫീഷ്യലി പുറത്തു വന്ന സമയത്ത് മനോരമ മാക്സായി മാറിയിരിക്കുകയാണ്. അപ്പോൾ മനോരമ മാക്സിൽ ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെയാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഈ മാസം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു സിനിമയുടെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ ഫിലിപ്സ് എന്ന സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. തിയേറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പിന്നെന്താ പറയുക അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നേടിയ സിനിമയായിരുന്നെങ്കിലും പരാജയമായിരുന്നു ഈ ഒരു സിനിമ. അപ്പം ഇത്രയും അപ്ഡേറ്റുകളാണ്. ഇതിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ സിനിമകൾ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിതിലൂടെ കോൺടാക്ട് ചെയ്യാം. എന്താ പറയുക, നമുക്കിതിലൂടെ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.